الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുല് ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സംസാരിച്ച വിഷയം കച്ചവടത്തിൽ കൃത്രിമത്വം കാണിക്കുന്ന, അളവിലും തൂക്കത്തിലും ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന വിഷയമാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം തുർമുദി മറ്റ് മുഹദ്ദിസീങ്ങളുമെല്ലാം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഒരടിമയുടെ അവന്റെ കാലുകൾ ചലിക്കുകയില്ല, അവൻ അനങ്ങാൻ സാധിക്കുകയില്ല. ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാ. അവന്റെ ആയുസ് എങ്ങനെയാണ് ചെലവഴിച്ചത് എന്നതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടിട്ടല്ലാതെ. വഅൻ ഇൽമിഹി ഫീമാ ഫഅല ഫീ. തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിജ്ഞാനം അത് എപ്രകാരമാണ് അതുകൊണ്ട് അവൻ പ്രവർത്തിച്ചത്, കർമ്മങ്ങൾ ചെയ്തത് എന്നതിനെ സംബന്ധിച്ചും ചോദിക്കപ്പെട്ടിട്ടല്ലാതെ. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖ. അവന് നൽകപ്പെട്ട സമ്പത്തിനെ കുറിച്ചും ചോദ്യം ചോദിക്കപ്പെടും. എവിടെ നിന്നാണ് ഇത് സമ്പാദിച്ചത്, എങ്ങനെയാണ് അതിനെ വിനിയോഗിച്ചത് എന്നതിനെ സംബന്ധിച്ചും. വഅൻ ജിസ്മിഹി ഫീമാ അബ്ല. അവന്റെ ആരോഗ്യം, അവന്റെ ശരീരം അതേത് മാർഗത്തിലാണ് ചെലവഴിച്ചത് എന്നതിനെ സംബന്ധിച്ചും ചോദിക്കും. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിൽ മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സമ്പത്തിനെ സംബന്ധിച്ച്. വേറെയും ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. സമ്പത്ത് അധികമാകുന്നതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ അവൻ മറുപടി പറയേണ്ടി വരും. എന്നാൽ സമ്പാദിക്കുന്നത് അത് ആക്ഷേപാർഹമായ കാര്യമല്ല. ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ അനുവദനീയമായ മാർഗത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടായിരിക്കണം സമ്പാദിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് അനിവാര്യമാണ്. കാരണം ദിനേന
ഓരോ വിശ്വാസിയും വ്യത്യസ്തങ്ങളായ സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെടുന്നവരാണ്. ആരും തന്നെ അതിൽ നിന്ന് മുക്തരല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിൽ സാമ്പത്തിക ഇടപാടുകൾ, മുആമലാത്തുകൾ, അതിൻ്റെ അടിസ്ഥാനം എല്ലാ ഇടപാടുകളും അനുവദനീയമാണ് എന്നുള്ളതാണ്. ഏതൊന്നാണോ നിഷിദ്ധമാക്കിയത് അതൊഴികെ ഏത് സാമ്പത്തിക ഇടപാട് എടുത്തു നോക്കിയാലും അടിസ്ഥാന നിയമം അത് അനുവദനീയമാണ് എന്നുള്ളതാണ്. ഏതൊന്നിനെയാണോ നിഷിദ്ധമാക്കിയത് അത് മാത്രമേ എന്തുള്ളൂ, നിഷിദ്ധമുള്ളൂ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അല്ലാഹു തആല പറയുന്നുണ്ട്, വഅഹല്ലല്ലാഹുൽ ബൈഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടത്തെ അനുവദനീയമാക്കിയിരിക്കുന്നു. അത് വ്യാപകാർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കച്ചവടങ്ങളെ അല്ലാഹു അനുവദനീയമാക്കിയിട്ടുണ്ട്. മറ്റൊരായത്തിൽ കാണാം, വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കൊള്ളുക. അതായത് കച്ചവടത്തിലൂടെ, സാമ്പത്തിക ഇടപാടുകളിലൂടെ നിങ്ങൾ സമ്പാദിച്ചു കൊള്ളുക. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അനുമതിയാണ്. അപ്പോൾ കച്ചവടം നടത്താം, അത് അനുവദനീയമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനം ഏതൊരു കച്ചവടവും അനുവദനീയമാണ്, സാമ്പത്തിക ഇടപാടുകളും അനുവദനീയമാണ് എന്നിരിക്കെ ഇന്ന കച്ചവടം ഹറാമാണ് എന്ന് പറയണമെങ്കിൽ അതിനെന്ത് വേണം? അതിന് തെളിവ് വേണം. അടിസ്ഥാനം ഏതൊരു ഇടപാടും അനുവദനീയമാണ് എന്നുള്ളത് കൊണ്ട് ഒരാൾ പറയുകയാണ് ഇന്ന കച്ചവടം നിഷിദ്ധമാണ്. അപ്പം നമ്മൾ ചോദിക്കും, എന്താണ് താങ്കളുടെ അടുക്കലുള്ള തെളിവ്? ഇന്ന കച്ചവടം നിഷിദ്ധമാകണമെങ്കിൽ അത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതായിരിക്കണം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. എന്നാൽ മാത്രമേ അത് നിഷിദ്ധമാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. അനുവദനീയം എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങൾക്കും അതാതിന്റെ അടിസ്ഥാനങ്ങൾ ഉണ്ടാകും. ഭക്ഷണത്തിന്റെ അടിസ്ഥാനം എങ്ങനെയാണ്? എല്ലാ ഭക്ഷണങ്ങളും അനുവദനീയമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നത് പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെന്താണ് തെളിവ് എന്ന് നാം ചോദിക്കും. ഒരാൾ പറയാണ് പെപ്സി കുടിക്കൽ നിഷിദ്ധമാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താണ് അതിനുള്ള തെളിവ്? ഒരാൾ പറയാണ് മദ്യം നിഷിദ്ധമാണ്. അതെ, അതിനെന്താണ് തെളിവ്? അതെ, അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്, പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്. അപ്പം അതേപോലെ തന്നെ കുടിക്കുന്ന കാര്യങ്ങൾ, ഭക്ഷണത്തിന്റെ കാര്യം, വസ്ത്രത്തിന്റെ കാര്യം, ഇവകളുടെ എല്ലാം അടിസ്ഥാനം അനുവദനീയമാണ്. ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. പട്ട് നിഷിദ്ധമാക്കിയിട്ടുണ്ട് പുരുഷന്, മദ്യം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ അതുപോലെ സ്വർണം നിഷിദ്ധമാക്കിയിട്ടുണ്ട് പുരുഷന്. ഇങ്ങനെ നിഷിദ്ധമാക്കപ്പെട്ടതൊഴികെ ഇതുപോലുള്ള കാര്യങ്ങളിൽ അതിന്റെ അടിസ്ഥാനം അനുവദനീയമാണ് എന്നുള്ളതാണ്. ഇബാദാത്തുകൾ എടുത്താൽ ഇബാദാത്തുകളുടെ അടിസ്ഥാനം നിഷിദ്ധമാണ്. എല്ലാ ഇബാദാത്തുകളും പാടില്ലാത്തതാണ്, നിഷിദ്ധമാണ് എന്നതാണ് അതിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഒരാൾ ഒരു ഇബാദത്ത് കൊണ്ടുവരികയാണ്. ഉദാഹരണം പറഞ്ഞാൽ റജബ് 27 നോമ്പെടുത്താൽ ഇന്ന പ്രതിഫലമുണ്ട് എന്നൊരാൾ പറയുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താണ് അതിനുള്ള തെളിവ്? കാരണം ഇബാദാത്തുകളെല്ലാം നിഷിദ്ധമാണെന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. ഏതൊരു ഇബാദത്താണോ അല്ലാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുവദനീയമാക്കി നിയമമാക്കി നൽകിയത് അതൊഴികെ. അതുകൊണ്ട് തന്നെ ഒരാൾ ഒരു പുതിയ ഇബാദത്ത് കൊണ്ടുവന്നാൽ ചോദിക്കും, എന്താണ് ഇതിനുള്ള തെളിവ് എന്ന് ചോദിക്കും. അതുകൊണ്ട് ഇപ്പോൾ പല ആളുകളും റജബ് മാസത്തിലെ 27 രാവിനും അതേപോലെ തന്നെ അതിന്റെ പകലിൽ നോമ്പെടുക്കുന്നതിനും ധാരാളം പ്രതിഫലങ്ങൾ പറയുന്നുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാനുള്ളത് എന്താണ് അതിനുള്ള തെളിവ് എന്നുള്ളതാണ്. കാരണം ഇസ്ലാമിൽ ഒരു ഇബാദത്ത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന് തെളിവ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ദീനിൽ, ദീനിയായ ഈ വിഷയങ്ങളിൽ അതിൽ പെടാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടും, അത് അനുവദനീയമല്ലാത്തതാണ്. അപ്പോൾ ഒരാൾ കൊണ്ടുവരികയാണ്, ഇന്ന ദിവസം നോമ്പെടുക്കണം. അപ്പൊ ചോദിക്കും, തെളിവെന്താണ് എന്ന് ചോദിക്കും. തെളിവ് ഹാജരാക്കണം. എന്നാൽ കച്ചവടം പോലുള്ളതായ കാര്യങ്ങളിൽ എന്താണ് അതിന്റെ അടിസ്ഥാനം? അതെല്ലാം അനുവദനീയമാണ് എന്നുള്ളതാണ്. ഒരാൾ കച്ചവടം ചെയ്തു, അപ്പോ അത് നിഷിദ്ധമാണ് എന്ന് പറയണമെങ്കിൽ അതിനാണ് എന്ത് വേണ്ടത്? തെളിവ് വേണ്ടത്. ഇതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഇവിടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും അനുവദനീയമാണ്, നിഷിദ്ധമാക്കപ്പെട്ടവകൾ ഒഴികെ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നിഷിദ്ധമാകാൻ ചില തത്വങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ തത്വങ്ങൾ മനഃപ്പാഠമാക്കി വച്ചാൽ, അതിനെ ശരിയായി മനസ്സിലാക്കിയാൽ ഏത് കാര്യമാണ്, കച്ചവടമാണ് നിഷിദ്ധമാകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും.
അതിൽ ഒന്നാമത്തെ തത്വം ഉലമാക്കൾ പറയുന്നത് കാണാം. ഏതൊരു ഇടപാട് ഒരു മനുഷ്യൻ നടത്തുന്നുവോ, ഏതൊരു സാമ്പത്തിക ഇടപാട് നടത്തുന്നുവോ അതിൽ പലിശ അടങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് കുറച്ചാകട്ടെ ധാരാളമാകട്ടെ, ഇപ്പോൾ കൊടുക്കുന്ന പലിശയാകട്ടെ പിന്നീടത് പലിശയായി മാറുന്നതാകട്ടെ, അത് നിഷിദ്ധമാണ്. ഇതാണ് ഒന്നാമത്തെ തത്വം. ഏതൊരു സാമ്പത്തിക ഇടപാടും അതിൽ പലിശ വരുന്നുണ്ട്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. ഇപ്പോൾ പലിശ കൊടുക്കേണ്ടതാണ്, അതല്ലെങ്കിൽ പിന്നീട് കൊടുക്കേണ്ടതാണ്, എന്നാലും എന്താണ്, അത് നിഷിദ്ധമാണ് എന്നുള്ളതാണ് അതിന്റെ തത്വം. ഇതാണ് ഒന്നാമത്തെ നിഷിദ്ധമായ സമ്പാദ്യ മാർഗങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ തത്വം അതാണ്, പലിശയുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് അതിനുള്ള കാരണം? നേരത്തെ കച്ചവടം നിഷിദ്ധമാക്കി, കച്ചവടം അനുവദനീയമാണ് എന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ അതിൽ നിന്ന് അള്ളാഹു ഒഴിച്ചു നിർത്തി. എന്താണ്? വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. കച്ചവടം അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദനീയമാക്കി, എന്നാൽ പലിശ എന്ത് ചെയ്തു? അള്ളാഹു നിഷിദ്ധമാക്കി. എന്നാൽ അള്ളാഹു അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പലിശയെ മാറ്റി നിർത്തിയിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്. വീണ്ടും പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു റിബ അദ്ആഫൻ മുദാഅഫ. അല്ലയോ സത്യവിശ്വാസികളെ, ഇരട്ടിക്കിരട്ടിയായി പലിശ വാങ്ങി നിങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കരുത്. വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം, അള്ളാഹുവിന്റെ നിയമങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം, എങ്കിലേ നിങ്ങൾക്ക് വിജയം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. പലിശ തിന്നാൻ പാടില്ല എന്ന അള്ളാഹുവിന്റെ നിരോധനം. മറ്റൊരായത്തിൽ ഇങ്ങനെയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ ഇനി പലിശ ഇനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ളതിനെ നിങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. ഇനി പലിശയുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മുന്നോട്ട് പോകാൻ പാടില്ല, അത് ഉപേക്ഷിക്കുക തന്നെ വേണം. വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഉണർത്തുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്തനിബൂ അസ്സബഅൽ മുബിഖാത്ത്. വളരെ ഗൗരവം നിറഞ്ഞ നാശകാരികളായ 7 പാപങ്ങളെ നിങ്ങൾ മാറ്റി നിർത്തേണ്ടതുണ്ട്, വെടിയേണ്ടതുണ്ട്. അങ്ങനെ എണ്ണിയതിൽ ഒന്ന് അക്ലുർ റിബ, പലിശ ഭക്ഷിക്കുന്നതായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. അപ്പോ ഗുരുതരമായ പാപങ്ങൾ ധാരാളമുണ്ട്, 100 കണക്കിന് വലിയ പാപങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഗുരുതരമായ 7 പാപങ്ങൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു. അതിലൊന്നാണെന്ത്? പലിശ ഭക്ഷിക്കുക എന്നുള്ളത്. പലപ്പോഴും ഇത് സമൂഹത്തിൽ സാർവത്രികമായി മാറുകയാണ്. അതിനെ സംബന്ധിച്ചുള്ളതായ ഗൗരവം പല ആളുകളുടെ മനസ്സിലും ഇല്ലാതെയായി. പലിശയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന ആളുകൾ സമൂഹത്തിൽ വലിയ സ്റ്റാറ്റസ് ഉള്ള ആളുകളായി മാറിയിരിക്കുകയാണ്. അതിനുവേണ്ടി പലപ്പോഴും ഇസ്ലാമിക മീഡിയകളും പത്രമാധ്യമങ്ങളും വരെയും പരസ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിൽ ഈ ഉമ്മത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ആ വിഷയത്തിൽ എത്തിയിട്ടുണ്ട്. അത് തിന്മയാണെന്നുള്ള ബോധം തന്നെ. അതിനേക്കാൾ പാപത്തിന്റെ കാര്യത്തിൽ ചെറിയ കാര്യത്തെ വരെയും ഗൗരവത്തിൽ കാണുമ്പോൾ ഇത് പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നില്ല? ഗൗരവത്തിൽ കാണുന്നില്ല. ഒരാൾ ഒരു കള്ള് ഷാപ്പിൽ നിൽക്കുന്നത് കണ്ടാൽ അവനെ വളരെ നീചനായി ചിത്രീകരിക്കും. നീചൻ തന്നെയാണ്, പാടില്ലാത്ത തന്നെയാണ്, ഫാസിക്ക് തന്നെയാണ്. പക്ഷേ വേറൊരാൾ പലിശയുമായി ബന്ധപ്പെട്ട് വലിയ പൊസിഷനുകളിൽ ജോലി ചെയ്യുമ്പോൾ അവൻ സമൂഹത്തിൽ വലിയ സ്റ്റാറ്റസ് ഉള്ള ആളാണ്. ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് പല ആളുകളും ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസ് കാണാം. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബ, പലിശ വാങ്ങി ഭക്ഷിക്കുന്നവൻ, വമുക്കില, അത് കൊടുക്കുന്നവൻ, വകാതിബഹു, അതിനുവേണ്ടി രേഖകൾ എഴുതുന്നവൻ, വഷാഹിദൈ, അതിനുവേണ്ടി സാക്ഷികളായി ഒപ്പിടുന്നവൻ, ഇവരെല്ലാവരെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അവർ വിദൂരതയിലാക്കപ്പെട്ടിരിക്കുന്നു, ആട്ടിയകപ്പെട്ടിരിക്കുന്നു. വഖാൽഹും സവാഉൻ, ഈ പറയുന്ന വിഭാഗമെല്ലാം ഈ പാപത്തിന്റെ കാര്യത്തിൽ തുല്യരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്. അർരിബ സലാസത്തുൻ വസബഊന ബാബ, 73 ഇനങ്ങളുണ്ട് പലിശക്ക്. വൈസറുഹ, അതിലേറ്റവും ഗൗരവം കുറഞ്ഞത്
മിസ്ലു അൻ യൻകിഹ അർറജുലു ഉമ്മഹ നഊദു ബില്ലാഹ്. ഒരു മനുഷ്യൻ അവന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നതിനെ പോലെയാണ്. എത്ര ഗുരുതരമാണ്! അതുപോലെയാണ് 73 പലിശയെ അതിന്റെ ഗൗരവം കണക്ക് വേർതിരിച്ചാൽ അതിൽ ഏറ്റവും ചെറുത് അതൊരു മനുഷ്യൻ അവന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നത് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഗുരുതരമായിട്ടാണ്. കാരണം ഇത് സമൂഹത്തെ ബാധിക്കുന്ന വലിയൊരു തിന്മയാണ്. ഒരാൾ ഒരു തിന്മ ചെയ്താൽ അവന്റെ ശരീരത്തെ മാത്രം ബാധിക്കുന്നതാണെങ്കിൽ അത് ചിലപ്പോ എന്ത് ചെയ്യും, അതിന്റെ ഗൗരവം കുറയും. പക്ഷെ ഇത് സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കുന്ന, അവർ മുഴുവൻ ബാധിക്കുന്ന വലിയൊരു ദുരന്തമാണ്. അതുകൊണ്ട് അത്ര ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, ദിർഹമു റിബൻ, ഒരു ദിർഹം, പലിശയിൽ ലഭിക്കുന്ന ഒരു ദിർഹം, യഅകുലുഹു അർറജുലു വഹുവ യഅലം, ആ ഒരു ദിർഹം ഒരാൾ ഭക്ഷിക്കുകയാണ്, അവൻ അറിഞ്ഞുകൊണ്ടാണ് ഭക്ഷിക്കുന്നത് എങ്കിൽ അശദ്ദു മിൻ 36 സനിയ, 36 വ്യഭിചാരം നടത്തുന്നതിനേക്കാൾ ഗുരുതരമാണത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്ര ഗുരുതരമായ കാര്യമാണ്! പക്ഷേ ഇത്ര ഗൗരവത്തിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇതിനെ നിരോധിക്കുന്നുണ്ട് എങ്കിൽ പോലും ആളുകളുടെ മനസ്സുകളിൽ ഇതിനെ സംബന്ധിച്ചുള്ളതായ ഗൗരവം കുറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമാണ്, അപകടകരവുമാണ്. അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ട കച്ചവടം ഒരാൾ ചെയ്യുന്നുണ്ടോ, അത് പാടില്ലാത്തതാണ്. അനുവദിക്കപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളിൽ പെടാത്തതാണ് അത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീക്ക് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. നിഷിദ്ധമാക്കപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ തത്വം, പലിശ അടങ്ങുന്ന സാമ്പത്തിക ഇടപാടാണ് എങ്കിൽ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ഇപ്പോൾ സംഭവിക്കുന്നതാണെങ്കിലും പിന്നീട് സംഭവിക്കുന്നത്. ചില ആളുകൾ പറയും, ചില സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഫോൺ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ വാഹനം വാങ്ങുമ്പോൾ പലിശരഹിത വായ്പ എന്ന് പറഞ്ഞിട്ട് അടവാണ്. പക്ഷെ അതിൽ ഒരു കണ്ടീഷൻ നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്. അടവ് തെറ്റിക്കഴിഞ്ഞാൽ എന്ത് വേണം, അതിന് ചാർജ് ചെയ്യപ്പെടും. അപ്പോൾ ആളുകൾ പറയും, ഞാൻ പലിശ കൊടുക്കുന്നില്ലല്ലോ, ഞാൻ കൃത്യമായിട്ട് അടയ്ക്കും. പക്ഷെ അടവ് തെറ്റിയാൽ കൊടുക്കുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവൻ അത് വാചികമായിട്ട് പറയണമെന്നില്ല, എഴുതി കൊടുത്താലും മതി, അല്ലെങ്കിൽ തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടാലും മതി. അതെല്ലാം തന്നെ എന്താണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോൾ പലിശ ഉണ്ടെങ്കിലും പിന്നീട് പലിശയിലേക്ക് എത്തിപ്പെടുന്നുണ്ട് എങ്കിലും, ചെറുതാകട്ടെ വലുതാകട്ടെ, അതെന്താണ്, നിഷിദ്ധമായ കച്ചവടങ്ങളിൽപ്പെട്ടതാണ്. ഇതിന്റെ ഇനങ്ങൾ ധാരാളമുണ്ട്. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒന്നാണ്, പലപ്പോഴും പേരുകളിൽ വ്യത്യാസമുണ്ടാകും. പേരുകളിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് കൊണ്ട് അതിന്റെ ഹുക്കുമിനെ, വിധിക്ക് യാതൊരു വ്യത്യാസവും വരുന്നില്ല. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തബായഅതും ബിൽ ഈന, നിങ്ങൾ ഈനത്ത് കച്ചവടം നടത്തിയാൽ. അതേപോലെ തന്നെ പശുക്കളുടെ പിന്നാലെ നടക്കുന്നു, കച്ചവടവുമായി അല്ലെങ്കിൽ കൃഷിയുമായി, ജിഹാദ് ഉപേക്ഷിക്കുന്നു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ മേൽ നിന്ദ്യത അടിച്ചേൽപ്പിക്കും. പിന്നീട് നിങ്ങൾ ദീനിലേക്ക് മടങ്ങാതെ ആ നിന്ദ്യത നിങ്ങളിൽ നിന്ന് അള്ളാഹു മാറ്റുകയില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞ ഒന്ന് ഈനത്ത് കച്ചവടമാണ്. ഈനത്ത് കച്ചവടം എന്ന് പറഞ്ഞാൽ പേര് മാറ്റിയിട്ട് കച്ചവടം ചെയ്യലാണ്, പലിശയാണ്. അതിൽ പല രൂപങ്ങളും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒരു രൂപം ഇങ്ങനെയാണ്. ഉദാഹരണം പറഞ്ഞാൽ, സെയ്ദ് അമ്രിനോട് പറയുകയാണ്, അമ്രിന്റെ കയ്യിൽ ഒരു വാഹനമുണ്ട്, ഒരു 2 വീലർ. സെയ്ദ് പറഞ്ഞു, ആ 2 വീലർ എനിക്ക് വേണം, 50,000 രൂപ ഞാൻ എന്ത് ചെയ്യാം, അടുത്ത വർഷം നിങ്ങൾക്ക് ഇന്ന ദിവസം തരാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, സെയ്ദ് അമ്രിന്റെ അടുക്കൽ നിന്ന് വാഹനം വാങ്ങി. അപ്പോൾ ഒരു കച്ചവടം കഴിഞ്ഞോടെ. അപ്പോൾ അമ്രിന്റെ വാഹനം ഇപ്പോൾ സെയ്ദിന്റെ കയ്യിലെത്തി. എന്നിട്ട് അമ്ർ പറയാണ്, ഈ വാഹനം ഞാൻ നിനക്ക് 40,000 രൂപ ഇപ്പൊ തരാം, അതെനിക്ക് തിരികെ തരണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അമ്ർ വേറൊരു കച്ചവടം നടത്തി. എന്നിട്ട് 40,000 രൂപ കൊടുത്തു, വാഹനം തിരികെ വാങ്ങി.
ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ രണ്ടും രണ്ട് കച്ചവടങ്ങളാണ്. പക്ഷെ തത്വത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരാൾ മറ്റൊരാൾക്ക് 40,000 രൂപ കൈമാറി. അടുത്ത വർഷം എന്ത് ചെയ്യും? ആദ്യം പറഞ്ഞ കച്ചവടത്തിൽ 50,000 രൂപക്കാണ് കച്ചവടം നടത്തിയിരിക്കുന്നത്. അടുത്ത വർഷം പണം തിരികെ കൊടുക്കുമെന്ന് ചെയ്യണം? 50,000 രൂപ കൊടുക്കണം. അപ്പോൾ കൃത്യമായി പലിശയാണ്. ഈ പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു ഹീലത്ത് പ്രയോഗിച്ചു. ഇത് ധാരാളം ആളുകൾ ഇങ്ങനെ ചില എന്ത് ചെയ്യും, പുരോഹിതന്മാരിങ്ങനെ ഹീലത്ത് പറഞ്ഞു കൊടുക്കും പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതികളിൽ പേര് മാറ്റിക്കൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പലിശയുമായി ഇടപാട് നടത്തുന്നുണ്ട്. ഇത് പാടില്ലാത്തതാണ്. പലിശയുടെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് ജാഹിലിയ കാലഘട്ടത്തിൽ നടന്നിരുന്ന പണം കടം കൊടുക്കുക, എന്നിട്ട് ഇരട്ടിയായിട്ട് എന്ത് ചെയ്യുക? പലിശ വാങ്ങുക. ഇതാണ് പലിശയുടെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായ നമ്മുടെ ബാങ്കുകളെല്ലാം ഇന്ന് ചെയ്യുന്ന, അല്ലെങ്കിൽ പലിശ സ്ഥാപനങ്ങൾ ചെയ്യുന്ന ഇടപാടുകൾ. ഇത് വളരെ ഗുരുതരമായതാണ്. പരിശുദ്ധ ഖുർആൻ നേരിട്ട് തന്നെ വിലക്കിയ ഒന്നാണ്. ലോണിലൂടെയും മറ്റുമെല്ലാം ആളുകൾ ചെയ്യുന്നുണ്ട്, അത് ഇടപെടുന്നുണ്ട്. പലപ്പോഴും ഇത് മനുഷ്യനെ വലിയ ദുരിതത്തിലാർത്തും. ദുനിയാവിന്റെ നഷ്ടം മാത്രമല്ല, പലപ്പോഴും ദുനിയാവിന്റെ നഷ്ടം പീഡിപ്പിച്ചിട്ട് ആളുകൾ അതിൽ പിന്മാറ്റലുണ്ട്. ലോൺ എടുക്കേണ്ട, വലിയ നഷ്ടം ഉണ്ടാകും, നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ സാധിക്കുകയില്ല. അത് ദുനിയാവിന്റെ പ്രയാസങ്ങൾ വെച്ചുകൊണ്ട് ആളുകൾ പേടിപ്പിക്കലുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ ഗുരുതരമായ തിന്മയാണ് അവൻ അത് മുഖേന ചെയ്യുന്നത്. ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ അവൻ വലിയ ഭാവിയായി തീരുകയാണ് എന്നുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മറന്നുപോകുന്നുണ്ട്. അതുകൊണ്ട് ഉലമാക്കൾ പറയുന്നത് കാണാം, കുല്ലു ഖർദിൻ ജറ നഫഅൻ ഫഹുവ റിബ. ഏതൊരു കടമുണ്ടോ ആ കടം മുഖേന അവൻ കടം കൊടുക്കുന്നു ഏതെങ്കിലും ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട്, ഉപകാരം പ്രതീക്ഷിച്ചുകൊണ്ട്, അങ്ങനെയുള്ള എല്ലാ കടങ്ങളും അത് റിബയാണ്. സംശയം വേണ്ട, അത് റിബയാണ്. ഇതിൽ വളരെ വ്യാപകമായി നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഒരു രീതിയാണ്, അതിന് ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പണയത്തിന് വീടെടുക്കുക എന്ന് പറയും. പണയത്തിന് വീടെടുത്തിട്ട് അതിൽ താമസിക്കുക. നേരത്തെ പറഞ്ഞ ഉദാഹരണം ഒന്നുകൂടി പറഞ്ഞുതരാം. സെയ്ദിന്റെ അടുക്കൽ അമർ വന്നിട്ട് 10 ലക്ഷം രൂപ കടം ചോദിച്ചു. അപ്പൊ സെയ്ദ് പറഞ്ഞു, ഞാൻ 10 ലക്ഷം രൂപ നിനക്ക് തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിന്റെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുണ്ടല്ലോ അത് ഒരു പണയമായിട്ട് ഈടായിട്ട് എനിക്ക് തരണം. എന്നാൽ ഞാൻ 10 ലക്ഷം രൂപ തരാം. ഓക്കെ, സമ്മതിച്ചു. സെയ്ദ് എന്ത് ചെയ്തു? പണം 10 ലക്ഷം രൂപ കൊടുത്തു. അമർ വീടിന്റെ താക്കോൽ ഏൽപ്പിച്ചു, സെയ്ദിനെ ഏൽപ്പിച്ചു. ഇത് ഇടപാട് അനുവദനീയമായ ഇടപാടാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വീട്ടിൽ സെയ്ദ് കയറി താമസിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. നിബന്ധന വച്ചിട്ടാണെങ്കിലും അല്ല എങ്കിലും ഈ വീട്ടിൽ നിന്ന് ഉപകാരമെടുക്കുക, അവിടെ താമസിക്കുക എന്നുള്ളത് പച്ചയായ പലിശയാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. ഇത് വളരെ വ്യാപകമായി പല നാടുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടുവരുന്നുണ്ട്. അപ്പോ ഇങ്ങനെ കടം കൊടുക്കുക എന്നുള്ളത്, അതിൽ നിന്ന് ഈ പണയം സ്വീകരിക്കാൻ കുഴപ്പമില്ല, കാരണം അവൻ എനിക്ക് തിരിച്ചു തരുമോ എന്നൊരു പേടിയുണ്ട്. തിരിച്ചു തന്നില്ല എങ്കിൽ ഈ വീട് എന്ത് ചെയ്യാം? വിറ്റിട്ട് അതിൽ നിന്ന് ഞാൻ കൊടുത്തിരിക്കുന്ന പണം എടുത്തിട്ട് ബാക്കി അവനെ ഏൽപ്പിക്കാം. ഇത് അനുവദനീയമായ കാര്യമാണ്. പക്ഷേ ഞാൻ അവന് പണം കൊടുത്തു, അതിന്റെ പേരിൽ പണയമായി വീട് സ്വീകരിച്ചു, അല്ലെങ്കിൽ ഒരു വാഹനം സ്വീകരിച്ചു, എന്നിട്ട് ആ വാഹനം ഞാൻ ഉപയോഗിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ വീട്ടിൽ ഞാൻ കയറി താമസിക്കുക എന്നുള്ളത് അവൻ അനുമതി നൽകിയാലും പാടില്ല. അവൻ അനുമതി നൽകിയാലും അത് നിഷിദ്ധമാണ്, പലിശയാണ് എന്നുള്ളതാണ്. വളരെ വ്യാപകമായി കണ്ടുവരുന്ന മറ്റൊന്നാണ് റിബൻ നസീഅ. സ്വർണം വാങ്ങാൻ പോകും ആളുകൾ പലപ്പോഴും. അപ്പോൾ സ്വർണത്തിന്റെ കച്ചവടത്തിന് ചില നിബന്ധനകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അസ്സഹബു ബിസ്സഹബി വൽഫിദ്ദതു ബിൽഫിദ്ദ വൽബുറു ബിൽബുരി വശഈറു ബിശഈരി വത്തംറു ബിത്തംരി വൽമിൽഹു ബിൽമിൽഹി. സ്വർണവുമായിട്ട് കച്ചവടം ചെയ്യുന്നു, അല്ലെങ്കിൽ വെള്ളിയുമായി, ഗോതമ്പുമായി, ബാർലിയുമായി, കാരക്കയുമായി, ഉപ്പുമായി. ഇവിടെ 2 ഇനങ്ങളാണെന്ന് പറഞ്ഞിരിക്കും. ഒന്ന് വിലയായി സാധാരണ രീതിയിൽ ആളുകൾ കൊടുക്കുന്ന സ്വർണം, വെള്ളി, അല്ലെങ്കിൽ നാണയങ്ങൾ, നോട്ടുകൾ, ഇതുപോലുള്ള കാര്യങ്ങൾ. അതല്ല എങ്കിൽ ഭക്ഷണ സാധനങ്ങൾ. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? ഒരേ വർഗത്തിൽപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിസിലം ബിമിസിലിൻ, തുല്യ അളവിലേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. 10 ഗ്രാം അല്ലെങ്കിൽ 8 ഗ്രാം, ഒരു പവൻ എന്ത് ചെയ്തു? സ്വർണം ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ട് തിരികെ സ്വർണം ഇങ്ങോട്ട് വാങ്ങുകയാണെങ്കിൽ 8 ഗ്രാം തന്നെ തിരികെ വാങ്ങണം. അല്ലെങ്കിൽ വെള്ളി അങ്ങോട്ട് കൊടുത്തിട്ട് വെള്ളി ഇങ്ങോട്ട് വാങ്ങിക്കുകയാണ്, പഴയ വെള്ളി കൊടുത്തിട്ട് പുതിയ വെള്ളി വാങ്ങിക്കുകയാണ്, ഒരേ തൂക്കമായിരിക്കണം. യദംബിയതിൻ, ഉടനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യണം.
അതേപോലെ തന്നെ എന്നിട്ട് നബി പറഞ്ഞു ഫമൻ സാദ ഔ ഇസ്ദാദ ഫഖദ അർബ, ആരെങ്കിലും കൂട്ടിയാൽ കൂട്ടിത്തരാൻ ആവശ്യപ്പെട്ടാൽ അവൻ പലിശ വാങ്ങിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ധാരാളം സംഭവം. നമ്മൾ സ്വർണം ചെയ്യും പഴയ കൊടുക്കാൻ പോകും. എന്നിട്ട് പഴയ സ്വർണം കൊടുത്തിട്ട് 10 ഗ്രാം പഴയ സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ 8 ഗ്രാം സ്വർണം ചെയ്യും തിരികെ വാങ്ങും. ഇത് പാടില്ല, നിഷിദ്ധമായ കച്ചവടമാണത്. അത് റിബൽ ഫദ്ലിൽപ്പെട്ടതാണ്. അവിടെ എന്താണ് ചെയ്യേണ്ടത്? പഴയ സ്വർണം അവിടെ കൊടുക്കുക, അതിന്റെ പണം കൊണ്ട് വാങ്ങിക്കുക. എന്നിട്ട് ആ പണം കൊണ്ട് നിനക്ക് എത്രയാണോ സ്വർണം കിട്ടുന്നത് അത് വാങ്ങിച്ചോ പുതിയത്. അത് ഞാൻ എന്ത് ചെയ്യും? ഈ പണം കൊണ്ട് ഇവിടെ നിന്ന് തന്നെ വാങ്ങുമെന്ന് നേരത്തെ കണ്ടീഷൻ വയ്ക്കാൻ പാടില്ല. അതല്ലാത്ത രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. പൂർണ്ണമായും സ്വതന്ത്രമായ 2 കച്ചവടമായിരിക്കണം. എന്നാൽ കുഴപ്പമില്ല, അനുവദനീയമാണ്. നേരെ മറിച്ച് അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരിക എന്നുള്ളത് പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ ഇവിടെ യദംബിയതായിരിക്കണം. സ്വർണത്തിന്റെ കച്ചവടം അങ്ങനെ പാടുള്ളൂ. വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. പല സ്വർണ്ണ വ്യാപാരികളും അവരുടെ കച്ചവടം നടത്താൻ അവർ പരസ്യം ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്? അഡ്വാൻസ് ആയിട്ട് തുക നൽകിക്കോ, ഇതേ വിലയിൽ എന്ത് ചെയ്യും? 10 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കൂടിയാലും കുറഞ്ഞാലും അതേ വിലയിൽ സ്വർണം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നേരത്തെ കൈപ്പറ്റുക. എന്നിട്ട് ആവശ്യം വരുമ്പോൾ സ്വർണം വാങ്ങുക. ഇത് പാടില്ല. സ്വർണം കച്ചവടം നടത്തുമ്പോൾ അപ്പോൾ തന്നെ കൈപ്പറ്റേണ്ടതുണ്ട്. പണം കൊടുക്കുക, സ്വർണം കൈപ്പറ്റുക. ഇത് പരസ്പരം നോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യുമ്പോഴും അത് ബാധകമാണ്. നാണയങ്ങൾ വിനിമയം ചെയ്യുമ്പോഴും അത് ബാധകമാണ്. ഭക്ഷണ വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാർട്ടർ സമ്പ്രദായം പോലെ ആരെങ്കിലും കൈമാറ്റം ചെയ്യുമ്പോൾ അതും അവിടെയും ഇതെന്താണ്? ബാധകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയാണ്. ഇങ്ങനെ പലിശയുടെ വ്യത്യസ്തങ്ങളായ മേഖലകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് അകന്നു നിൽക്കുക. ഒരു ദിർഹമാണ് നീ പലിശ ഇനത്തിൽ ഭക്ഷിക്കുന്നത് എങ്കിൽ പോലും അത് അപകടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എത്രയാണ്? 36 വ്യഭിചാരം നടത്തുന്നതിനേക്കാൾ ഗുരുതരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗുരുതരമായ വിഷയമായതിനാൽ പഠിച്ചു മനസ്സിലാക്കി അറിഞ്ഞ് ചോദിച്ചറിഞ്ഞ് നടത്തേണ്ട കച്ചവടങ്ങളാണ്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. ഇനിയും കച്ചവടവുമായി ബന്ധപ്പെട്ട നിഷിദ്ധങ്ങളെ തിരിച്ചറിയാൻ ചില ഖായിദകളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബകളിൽ സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.